ഹായ് ഹലോ നമസ്കാരം. ഞാൻ ചിത്രാരുൺ ലൈഫ് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ കഴിഞ്ഞ 2-3-4 ദിവസമായിട്ട് ഓരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട്. വളരെ കുറച്ച് ആൾക്കാർ കണ്ടു. കണ്ടവർക്കും ലൈക്ക് ചെയ്തവർക്കും ഒക്കെ വീണ്ടും വീണ്ടും നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വന്ന് ചോറ്റാനിക്കരയിൽ വന്ന് ഒരു കടയൊക്കെ എടുത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കൊരു പ്രൊഫഷണൽ സ്റ്റോർ പോലെ എല്ലാ സാധനമുള്ള ഒരു കടയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഫുഡിൻ്റെയും കൂടെ തുടങ്ങണമെന്നും പറഞ്ഞൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ഗ്യാസിൻ്റെ വിഷയം വന്നത്. അപ്പോൾ അതൊരു പ്രതിസന്ധി. അതാ നമ്മൾ എന്തിനിറങ്ങിയാലും നമുക്കൊരു ബുദ്ധിമുട്ട് വരും. അതിനെ നമ്മൾ തരണം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഇത്. അപ്പോൾ അതിനാണ് ഈശ്വരൻ്റെയൊക്കെ ഒരു കടാക്ഷം നമ്മൾക്ക് വരുമ്പോൾ, എന്നാലേ നമുക്കൊരു ആത്മധൈര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം എൻ്റെ കൂടെ ഇപ്പം എൻ്റെ മുത്തണ്ണായാലും ഒക്കെ എന്തെങ്കിലും വരുമ്പോൾ ഭയങ്കര ടെൻഷനാണ്. അത് അങ്ങനെ ചെയ്താൽ ഇങ്ങനെ വരും, ഇങ്ങനെ ചെയ്താൽ അങ്ങനെ വരും, അങ്ങനെയുള്ള ഒരു പേടിയാണ്. പക്ഷേ നമുക്കിങ്ങനെയൊക്കെയുള്ള ഒരു ആത്മീയ ബോധമൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഒന്ന് വന്നാൽ അതിനെ ഇങ്ങനെ നമ്മളതിനെ മറികടക്കാനുള്ള ഒരു ധൈര്യം നമ്മളിലുള്ളത് കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. അത് എൻ്റെ ഭഗവാൻ, എൻ്റെ നാരായണ ഗുരുദേവൻ, എൻ്റെ ഭഗവാൻ ശ്രീകൃഷ്ണൻ എനിക്ക് തന്നെ ഇതെല്ലാം ഒന്നാണ് അല്ലേ. എല്ലാത്തിലും ഒറ്റ ഒരു ഇതേ ഉള്ളൂ. എല്ലാം പറഞ്ഞ് ഭഗവത്ഗീത പറയുന്നതും ഗുരുദേവൻ്റെ കൃതികളിൽ പറയുന്നത് എല്ലാം ഒരേ കാര്യം തന്നെയാണ്. മറ്റേ പിന്നെ സംസ്കൃതമായി പോയതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് നമുക്ക് ഇതാകത്തില്ല. പക്ഷേ ഗുരുദേവൻ നല്ല മലയാളത്തിൽ ദാരിദ്ര്യം, രോഗം, ഭയം ഇതൊന്നും നമ്മെ തീണ്ടുകയില്ലെന്ന് ഗുരുദേവൻ്റെ ഗദ്യ പ്രാർത്ഥനയെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിങ്ങനെ ഓരോന്ന് വരുമ്പോഴാണ് നമ്മളിങ്ങനെ ഇതിങ്ങനെ മനസ്സിലാക്കുന്നത്. അയ്യോ ഇങ്ങനെയാണല്ലോ കാര്യങ്ങൾ. അപ്പം നമുക്ക് ഈ ഈശ്വര വിശ്വാസം ഉള്ളതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് എന്തിനാ, നമ്മളിനി എത്ര ലളിതാ സഹസ്രനാമം ചൊല്ലിയാലും എത്ര വിഷ്ണു സഹസ്രനാമം ചൊല്ലിയാലും നമുക്ക് വരാനുള്ളതൊക്കെ കുറേ വരാതൊന്നും ഇരിക്കത്തില്ല. കുറേയൊക്കെ വരും. പിന്നെ അതിനെയൊക്കെ ഒന്ന് നേർപ്പിച്ചൊക്കെ തരും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ വരുന്നതിനെ നമ്മൾ എങ്ങനെ മറികടക്കും, ആ വരുന്ന പ്രതിസന്ധികളെ അല്ലെങ്കിൽ വരുന്ന ദുഃഖത്തെയൊക്കെ നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ് ഈ ഭക്തി കൊണ്ടും ഇങ്ങനെ നമ്മളിങ്ങനെ ഉള്ള കാര്യങ്ങളിലൊക്കെ ചെയ്യുമ്പോൾ ഉള്ളത് നമുക്ക് അനുഷ്ഠിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബോധമെന്ന് പറയുന്നത്. അല്ലാതെ ഒന്നും വരത്തില്ല. ഞാനിങ്ങനെ ഇരുന്ന് ദൈവത്തെ വിളിച്ചുകൊണ്ടിരുന്നാൽ ഒന്നും ഒരു കാര്യങ്ങളും നമുക്കത് ഏസറ്റ് നമ്മുടെ ഉള്ളിലോട്ട് വരത്തില്ല എന്നുള്ളത് 100% ശരിയാണ്. നമ്മൾ സ്ട്രോങ് ആയിട്ട് നമുക്കിരിക്കാൻ പറ്റും. അപ്പം എല്ലാം അങ്ങനെ ഒരു ഇത് ചിന്തിച്ച് ചെയ്യാൻ എന്നെക്കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ ഒരു പ്രാപ്തമാക്കിയത് എൻ്റെ ഈ ഭക്തിയിലോട്ട് ഈ സ്പിരിച്വാലിറ്റി ഇതിലോട്ട് വന്നേ പിന്നാണ്. അപ്പം എനിക്ക് പറയാനൊക്കെ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് വീഡിയോ ഒക്കെ ഓണാക്കി വെച്ച് പറയുമ്പോൾ നമുക്കൊരു ഇതുണ്ടല്ലോ, അതില്ല. ആൾക്കാരെന്ത് പറയുന്നുള്ളതല്ല, നമ്മളിങ്ങനെ ക്യാമറയൊന്നും ഓണാക്കിയിരുന്നത് ഇങ്ങനെ ഒന്ന് സംസാരിച്ചുള്ള ഒരു ഇതില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ട്. എങ്കിലും എനിക്കറിയാവുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതുവഴി നമുക്ക് ഇപ്പം ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനും ഗൈഡ് ചെയ്യാനും ഒക്കെ ഉണ്ടെങ്കിൽ കാര്യം ഞാനൊരു സാധാരണക്കാരിയാണ്. പിന്നെ നമ്മളിതൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ലോകത്തെ അല്ലെങ്കിൽ ഞാൻ വലിയ കേമിയാന്ന് കാണിക്കാനോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് വേറൊരാളെ കാണിക്കാനോ ഒന്നുമല്ല. നമുക്കറിയാവുന്ന കാര്യം പറയുക, അത് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ അതൊരു വലിയ കാര്യം. അല്ലാതെ നമ്മുടെ ആരുടെയും അതിനു വേണ്ടി ആരും അങ്ങനെ ആകരുത്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമേ ഉള്ളൂ. എല്ലാവരുടെയും ലക്ഷ്യം അത് തന്നെ ആയിരിക്കണം. പിന്നെ നമ്മളൊന്നും വേറൊരാളെ വെല്ലുവിളിച്ചോ പരിഹസിച്ചോ വിഷമിപ്പിച്ചോ ഒന്നും, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഒരുപാട് പറയണം. നമുക്ക് മറ്റുള്ളവരെ വിഷമിപ്പിക്കുന്നതിനെക്കുറിച്ചും ഒക്കെ ഞാനൊക്കെ ദൈവത്തോട് ഓരോ നിമിഷവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവമേ, ഇങ്ങനൊരു ബോധം നീ എന്നിൽ ജനിപ്പിച്ചില്ലേ എന്ന് പറഞ്ഞ് നന്ദി അല്ലാതെ എനിക്കൊന്ന് എപ്പോഴും ഞാൻ പറയും. എന്നെ വേറൊരാളാക്കി ജനിപ്പിച്ചതിന് നന്ദി ദൈവമേ എന്ന് ഞാൻ പറയും. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു അനുഭവമാണ്. അങ്ങനെ ഓരോരുത്തരും ഒരു ഇതിലോട്ട് വരണമെന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാര്യം അപ്പോൾ അവിടെ നമുക്ക് എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കും. ഇപ്പം എൻ്റെ നാട്ടിൽ വെച്ച് എനിക്ക് അവിടെ എല്ലാവരോടും ഞാൻ മിണ്ടും. അതേപോലെ തന്നെയാണ് ഞാൻ ഇവിടെ ഇവിടെ ഞാൻ അവരും മനുഷ്യരാണ്, ഇവിടെ ഉള്ളവരും മനുഷ്യരാണ്. എൻ്റെ നാടെൻ്റെ ജീവനാണ്. എൻ്റെ നാട്ടിലെ ആൾക്കാരെ എനിക്ക് അതിലേറെ ജീവനാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെയും വന്ന് എല്ലാവരോടും മിണ്ടാൻ പറ്റുന്നവരോടൊക്കെ മിണ്ടും. അപ്പം കാര്യം എല്ലാവരും ഒരു മനുഷ്യരാണ്. എല്ലാവരുടെയും ഉള്ളിൽ, നമ്മുടെ ഉള്ളിലും അവരുടെ ഉള്ളിലും എല്ലാം ഇരിക്കുന്നത് ഒരേ ചൈതന്യമാണെന്നുള്ള അതൊക്കെ ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ബോധമാണ്.
ഇപ്പം നമ്മുടെ ഈഗോ ഇല്ലാതെ എല്ലാവരും നല്ല ഒരു സമചിത്തതയോടെ എല്ലാം സുഖവും ദുഃഖവും എല്ലാം അങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മളൊക്കെ പിന്നെ അതിൽ പരം ഒന്നുമില്ല ഈ ഭൂമിയിൽ. അപ്പം പിന്നെ വരുന്നതൊക്കെ സുഖവും എല്ലാം നമുക്ക് നേടിയെടുക്കാൻ പറ്റും. അങ്ങനെ പറയുന്നതിനൊരു ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്, എന്നാലും ഞാൻ എനിക്ക് ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ഉണ്ട് പറയാൻ. പക്ഷേ ഇതുപോലെ വീഡിയോ ഓണാക്കി കഴിയുമ്പോൾ ഒരു ഇതുണ്ട്, അതൊക്കെ മാറി പതുക്കെ ഞാൻ ഇമ്പ്രൂവായി വരും. അതും എൻ്റെ ഒരു ഇതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി സ്നേഹമൊക്കെ അറിയിക്കുന്നു. എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഒക്കെ ചെയ്യണം. എല്ലാവർക്കും ഓൾ ദി